hello, 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 my dear മക്കൾസ്. hello, my dear മക്കൾസ്. എല്ലാവർക്കും സുഖല്ലേ? സുഖല്ലേ? ഇന്ന് എല്ലാവരും നല്ല സന്തോഷത്തിലാണല്ലോ. എന്താത്? കഥ പറയൽ മത്സരത്തിന് ടീച്ചർ ഒരു കഥ പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതാണോ എൻ്റെ മക്കളെ ഇത്രയും സന്തോഷത്തിൽ? എന്നാലേ ടീച്ചർ ഇന്ന് നല്ലൊരു കഥ പറഞ്ഞു തരാട്ടോ. നമ്മുടെ കഥയിൽ ആരൊക്കെയാ ഉള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിനു മുൻപേ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. സ്കൂളിൽ കഥ പറയൽ മത്സരം നടക്കാറുണ്ടോ? ആരെങ്കിലും കഥ പറഞ്ഞിട്ടുണ്ടോ? സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഇനി മുതൽ എന്ത് ചെയ്യണോ? എൻ്റെ മക്കൾ എല്ലാവരും കഥ പറയൽ മത്സരത്തിന് പങ്കെടുക്കണം കേട്ടോ. എന്നിട്ട് 1, 2, 3 അല്ലെങ്കിൽ സമ്മാനം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇന്ന് ടീച്ചർ പറയാൻ പോകുന്ന കഥയില് ആരൊക്കെ ഉണ്ട് എന്നറിയോ? ആരൊക്കെയുണ്ട്? മക്കളൊന്ന് ഊഹിച്ച് പറയാൻ പറ്റുമോ? ഒരു ക്ലൂ തരാം. നമ്മുടെ കഥ നടക്കുന്നത് അങ്ങ് കാട്ടിലാണ്. എവിടെയാണ്? കാട്ടിൽ. ആരൊക്കെ ഉണ്ടാവും? കാട്ടിൽ ആരൊക്കെ ഉണ്ടാവും? ഒരു കുറുക്കച്ചൻ ഉണ്ടായിരുന്നു. ഒരു കുറുക്കച്ചൻ. പിന്നെ ആരുണ്ടായിരുന്നു എന്നറിയോ? ഒരു ആനച്ചേട്ടൻ. ഒരു ആനച്ചേട്ടനും ഒരു കുറുക്കച്ചനും പിന്നെ പഴുത്തു മുഴുത്തു നിൽക്കുന്ന ഒരു മുന്തിരിത്തോട്ടവും ഉണ്ടായിരുന്നേ. അപ്പൊ മക്കള് ചിന്തിക്കുന്നുണ്ടാവും, കിട്ടാത്ത മുന്തിരി പുളിക്കുന്ന കഥയാണെന്ന്. എന്നാലേ ഇതല്ല. പിന്നെ ഏത് കഥയാണ്? നമുക്ക് കഥയിലോട്ട് പോയാലോ? എല്ലാവരും എൻ്റെ കൂടെ എവിടേക്ക് വരണം? കാട്ടിലേക്ക് വരണം കേട്ടോ. ഒരു കാട്ടിൽ ഒരു കുറുക്കച്ചൻ വിശന്നു വലഞ്ഞ് ഭക്ഷണം തേടി നടക്കുകയായിരുന്നു. എങ്ങനെ നടക്കുകയായിരുന്നു? നല്ല അവശനായിരിക്കും അല്ലേ? നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും നടക്കാനൊന്നും പറ്റുന്നില്ല. അങ്ങനെ നടന്ന് ചെന്നെത്തിയതോ പഴുത്തു മുഴുത്തു നിൽക്കുന്ന ഒരു മുന്തിരിത്തോട്ടത്തിൽ. എന്തായിരിക്കും അവിടെ പഴുത്തു മുഴുത്തു നിൽക്കുന്നത്? നിറയെ മുന്തിരികളാണല്ലേ. വിശക്കുന്ന കുറുക്കച്ചന് ഇത് കണ്ടപ്പോ നല്ല സന്തോഷായി. പക്ഷെ എന്താ ഒരു പ്രശ്നം എന്നറിയോ? മുന്തിരിക്കുലകളെല്ലാം അങ്ങ് ഉയരത്തിലാണ്. എങ്ങനെ പറിക്കും? എന്നാലും കുറുക്കച്ചൻ എന്ത് ചെയ്തു എന്നറിയോ? നല്ല വിശപ്പുണ്ടല്ലോ. കുറുക്കച്ചൻ ചാടി മുന്തിരിക്കുല പറിക്കാൻ നോക്കി. കിട്ടിയില്ല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ, കുറുക്കച്ചന് നല്ല വിശപ്പുണ്ടല്ലോ. അപ്പൊ കുറുക്കച്ചൻ എന്ത് ചെയ്തു എന്നറിയോ? വീണ്ടും ഉയരത്തില് ചാടി നോക്കി. കിട്ടിയില്ല. എന്തു ചെയ്യും? കുറുക്കച്ചന് നിരാശ വന്നു കേട്ടോ. എന്നാലും തളർന്നില്ല. കുറുക്കച്ചൻ ഇങ്ങനെ ഓടി വന്ന് ചാടി നോക്കി. കാലു വേദനിച്ചത് മിച്ചം. മുന്തിരിക്കുലകൾ കിട്ടിയില്ല. ഈ പഴുത്തു മുഴുത്തു നിൽക്കുന്ന മുന്തിരിക്കുലകൾ കണ്ടിട്ട് കുറുക്കച്ചന്റെ വായിൽ വെള്ളമൂറി. നല്ല വിശപ്പും. അങ്ങനെ കുറുക്കച്ചൻ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുന്നത് നിന്നപ്പോ സങ്കടപ്പെട്ടിങ്ങനെ ഇരിക്കുകയാണേ, ആകെ വിശന്നിട്ട്. അപ്പൊ ആരാ വരുന്നേ? കുറുക്കച്ചൻ നോക്കുമ്പോ ദൂരെ നിന്നും ഒരാളിങ്ങനെ നടന്ന് വരുന്നു. ആരാണ്? നമ്മൾ ആദ്യം പറഞ്ഞുല്ലേ, ആനച്ചേട്ടൻ നടന്നു വരുന്നത് കണ്ടപ്പോ കുറുക്കച്ചൻ എന്തായി? മനസ്സിൽ ലഡ്ഡു പൊട്ടി. ആനച്ചേട്ടൻ തന്നെ സഹായിക്കുമെന്നൊരു തോന്നൽ നമ്മുടെ കുറുക്കച്ചൻ ഉണ്ടായി. പക്ഷെ ആനച്ചേട്ടൻ അടുത്തെത്തും തോറും കുറുക്കച്ചന് പേടിയായി. ഇനിയിപ്പോ ആനച്ചേട്ടൻ തന്നെ ഉപദ്രവിക്കുമോ? അല്ലെങ്കിൽ ഇത് പറിച്ചു തരുമോ? ചീത്ത പറയുമോ? അങ്ങനെയുള്ള പേടിയൊക്കെ ആർക്കുണ്ടായി? നമ്മുടെ കുറുക്കച്ചന്. എന്തും വരട്ടെ എന്ന് കരുതി ആനച്ചേട്ടൻ അടുത്തെത്തിയപ്പോ എന്താ ഉണ്ടായേ?
നമ്മുടെ കുറുക്കച്ചൻ ചോദിക്കുകയാണേ, ആനച്ചേട്ടാ ആനച്ചേട്ടാ, ദാ അങ്ങ് ഉയരത്തിൽ കുറേ മുന്തിരിക്കുലകളുണ്ട്. എനിക്കാണെങ്കിൽ നല്ല വിശപ്പും. അത് പറിക്കാൻ എന്നെ ഒന്ന് സഹായിക്കാമോ? എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് കെഞ്ചി പറഞ്ഞു. അത് കേട്ടപ്പോൾ നമ്മുടെ ആനച്ചേട്ടൻ എന്ത് പറഞ്ഞിട്ടുണ്ടാവും? ഒന്നാലോചിച്ചു നോക്കി ആര്? ആനച്ചേട്ടൻ. എന്നിട്ട് പിന്നെ പറഞ്ഞു, ആയിക്കോളൂ, എന്നാൽ എന്റെ മുതുകിൽ കയറിക്കോളൂന്ന്. എന്താ പറഞ്ഞേ? സഹായിക്കാലോ. അതിനായിട്ട് എന്റെ മുതുകിൽ കയറിക്കോളൂന്ന് ആര് പറഞ്ഞേ? നമ്മുടെ ആനച്ചേട്ടൻ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം നമ്മുടെ കുറുക്കച്ചൻ കഷ്ടപ്പെട്ട് ആനയുടെ മുതുകിൽ കയറി. എങ്ങനെ? ആനയുടെ മുതുകിലേക്ക് ഓടിക്കയറി. എന്നിട്ട് പഴുത്ത് മുഴുത്ത് നിൽക്കുന്ന മുന്തിരിക്കുലകൾ നിറയെ പറിച്ചു. ഒരുപാട് മുന്തിരികൾ അപ്പം തന്നെ കഴിച്ചു. പിന്നെ ഉള്ളതോ പിന്നേക്ക് ബാക്കി വെക്കുകയും ചെയ്തു. എന്നിട്ട് എന്താ ചെയ്തിട്ടുണ്ടാവുക? വയറൊക്കെ ഫുള്ളായ നമ്മുടെ കുറുക്കച്ചൻ ആനപ്പുറത്ത് നിന്നും പതുക്കെ ഇറങ്ങി. ആനപ്പുറത്ത് നിന്നും പതുക്കെ ഇറങ്ങിയിട്ട് ആനച്ചേട്ടനോട് എന്ത് പറഞ്ഞിട്ടുണ്ടാവും? മുന്തിരി വേണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവൂല്ലേ? പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ടാവൂ? ആരോ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? നന്ദി പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ആരെങ്കിലും ഒരു ഉപകാരം ചെയ്തു തന്നാൽ എന്ത് പറയണം? നമ്മൾ നന്ദി പറയണം അല്ലേ? നന്ദി പറയണ്ടേ? എല്ലാവരും നന്ദി പറയില്ലേ? നമ്മുടെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, അല്ലെ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ആരായിക്കോട്ടെ, നമുക്കൊരു സഹായം ചെയ്തു തന്നാല് നമ്മള് നന്ദി പറയില്ലേ? അങ്ങനെ നമ്മുടെ വിശന്നു വലഞ്ഞു നിന്നിരുന്ന കുറുക്കച്ചന്റെ വിശപ്പും മാറി, കുറുക്കച്ചന് സന്തോഷാവുകയും ചെയ്തു അല്ലേ? അങ്ങനെ ആനച്ചേട്ടന് നന്ദിയും പറഞ്ഞ് കുറുക്കൻ കാട്ടിലേക്ക് ഓടിപ്പോയി. അപ്പൊ ഇതാണ് ഇന്നത്തെ കഥ. പുതിയൊരു കഥയുമായിട്ട് ടീച്ചർ മറ്റൊരു ദിവസം വരാട്ടോ.